വചനം തിരുവചനം. ഈശോയുടെ സ്നേഹത്തിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്വർഗീയ പിതാവിൻ്റെ വിശുദ്ധി കൊണ്ട് മക്കളായ ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കാം. അവിടുത്തെ പ്രിയപുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയുടെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിനും അനുഭവിക്കുന്നതിനുമുള്ള അനുഗ്രഹം നമുക്ക് യാചിക്കാം. അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുകയും ആ രക്ഷയുടെ സന്ദേശം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമ്മളെ ഉപകരണമാകട്ടെ. രക്ഷയെ പൂർണ്ണമായി സ്വീകരിച്ച പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ ദൈവത്തിൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ക്ലാരയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പാതിരെ പിയോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അവിടുത്തെ പരിശുദ്ധമായ സ്നേഹം ആഗ്രഹിച്ചുകൊണ്ട് വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർക്കുള്ള ലേഖനത്തിലെ 1-ാം അധ്യായത്തിലെ 27-ാമത്തെ തിരുവചനം നമുക്ക് ഓർക്കാം. ഈ രഹസ്യമാകട്ടെ, മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെ. അതോടൊപ്പം കൊളോസ്യ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിലെ 11-ാം വാക്യം, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ആയിരിക്കുവാനും നമ്മുടെ ഉള്ളിലും മറ്റുള്ളവരുടെ ഉള്ളിലുമുള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എപ്പോഴും ഓർമ്മിക്കുവാനും അതനുസരിച്ച് ആദരവോടെ ജീവിക്കുവാനും നമുക്ക് ആഗ്രഹിക്കാം. എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി നമുക്ക് സ്നേഹപൂർവ്വം ആശംസിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ലൂക്കാസ് സുവിശേഷകൻ ഈശോയുടെ ജനനത്തെക്കുറിച്ചും ഈശോയുടെ സമർപ്പണത്തെക്കുറിച്ചുമൊക്കെ വളരെ മനോഹരമായി സുവിശേഷത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ ഇന്ന് നമ്മൾ ധ്യാന വിഷയമായി എടുക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിലെ 21-ഉം 22-ഉം തിരുവചനമാണ്. ശിശുവിൻ്റെ പരിച്ഛേദനത്തിനുള്ള 8-ാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി. മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കുവാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. ഈ ഭാഗം നമ്മൾ ഇന്നെടുക്കുന്നു. ഈശോയുടെ പരിച്ഛേദനം, തുടർന്ന് നടക്കുന്ന 2 കാര്യം: 1 ഈശോയുടെ സമർപ്പണം, 2 പരിശുദ്ധ അമ്മയുടെ ശുദ്ധീകരണം. അപ്പോൾ ഈ സമർപ്പണവും ശുദ്ധീകരണവും ഇവിടെ ഈശോയുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നടന്ന 2 സംഭവമാണെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് രണ്ടും ഒന്നിച്ച് നടക്കുന്ന കാര്യമാണ്. സമർപ്പണത്തിലൂടെയാണ് വിശുദ്ധിയിൽ നമ്മൾ വളരുക, വിശുദ്ധീകരിക്കപ്പെടുക. ഈശോയുടെ സമർപ്പണത്തെക്കുറിച്ചും പരിശുദ്ധ അമ്മയുടെ ശുദ്ധീകരണത്തെക്കുറിച്ചും യഹൂദ പാരമ്പര്യത്തിൽ പഴയ നിയമത്തിലുള്ള നിയമപ്രകാരമാണ് അത് ആചരിക്കപ്പെട്ടത്. ഉൽപ്പത്തിയുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ 12, 13, 14 തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്: ഞാൻ നിങ്ങളുമായിട്ടുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും അത്. നിങ്ങളിൽ 8 മാസം പ്രായമായ ആൺകുട്ടിക്ക് പരിച്ഛേദനം ചെയ്യണം. തലമുറകൾ തോറും എല്ലാ പുരുഷന്മാർക്കും പരിച്ഛേദനം ചെയ്യണം. അങ്ങനെ എൻ്റെ ഉടമ്പടി നിൻ്റെ മാംസത്തിൽ ശാശ്വതമായ ഒരു ഉടമ്പടിയായി നിലനിൽക്കും. അപ്പോൾ ഒരിക്കലും മാറാത്ത ഒരടയാളമായി ദൈവമായിട്ടുള്ള ശാശ്വതമായ ഉടമ്പടിയുടെ മുദ്രയായിട്ടാണ് പഴയ നിയമത്തിൽ പരിച്ഛേദനം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു കുഞ്ഞുണ്ടായി 8 ദിവസം കഴിയുമ്പോൾ ആ കുഞ്ഞിനെ പരിച്ഛേദനത്തിലൂടെ പൂർവ്വപിതാവായ അബ്രാഹത്തിന് ദൈവം കൊടുത്ത
വാഗ്ദാനത്തിൻ്റെ അവകാശിയായി, ആ സമൂഹത്തിൻ്റെ ഭാഗമായി ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ശിശു മാറുകയാണ്. ഇന്ന് നമ്മൾ ഈ കേട്ട സുവിശേഷ ഭാഗത്തിൽ ഈശോയുടെ പരിച്ഛേദന കർമ്മത്തിലൂടെ ഈശോ ഈ അബ്രാഹത്തിൻ്റെ പരമ്പരയിലുള്ള ആ യഹൂദ വംശത്തിൻ്റെ ഒരു അവകാശിയായി ഈശോ മാറുകയാണ്. ഒരു പൂർണ്ണ യഹൂദ വ്യക്തിയായിട്ട് ഈശോയെ അവർ മാറ്റുകയാണ്. ഈശോ അതിൻ്റെ ഭാഗമായി തീരുന്നു. ഇത് നിയമപരമായിട്ട് ഏതൊരു ഇസ്രായേൽക്കാരനും ചെയ്യേണ്ട കാര്യമാണ്. ഈശോയുടെ ഈ ഒരു പരിച്ഛേദനത്തെക്കുറിച്ച് പിന്നീട് പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് ലേഖനത്തിൽ 11 അധ്യായത്തിൽ 4-5 തിരുവചനത്തിൽ പറയുന്നുണ്ട്, നിയമത്തിന് അധീനനായി ജനിച്ചവനും അങ്ങനെ നമ്മളെ പുത്രന്മാരായി ദത്തെടുക്കുന്നതിന് അവൻ നിയമത്തിന് അധീനനായി കഴിയുന്നവരെ വിമുക്തരാക്കി. അപ്പോൾ ഈശോ ഒരു നിയമത്തിന് വിധേയനാകുകയാണ്. അതുവരെ തലമുറകളായി നടത്തിക്കൊണ്ടിരുന്ന ഒരു കർമ്മത്തിന് ഈശോ വിധേയപ്പെടുകയാണ്. ഇനി നമുക്കറിയാം, യേശുവിൻ്റെ ജീവിതത്തിൽ 8-ാം ദിവസം ഈ പരിച്ഛേദന നടന്നു. അങ്ങനെ ഈശോ ആ വംശാവലിയുടെ ഭാഗമായി. തുടർന്ന് 2 കാര്യങ്ങൾ നടക്കുന്നു. അത് 40-ാം ദിവസം നടക്കുന്നതാണ്. അതൊന്ന്, ആ ശിശുവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ളത്. 2, ആ അമ്മയ്ക്ക് ഉള്ള ശുദ്ധീകരണ ക്രിയകൾ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ സുവിശേഷകൻ ഈ സംഭവങ്ങളെല്ലാം ഒന്നിച്ച് തന്നെയാണ് എഴുതുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് ഒന്നിച്ചു വരാനുള്ള ഒരു കാരണം ഞാൻ ചിന്തിക്കുന്നു, ഏതൊരു വ്യക്തിക്കും മാതൃകയായി തീരേണ്ട 2 കാര്യങ്ങൾ. 1 സമർപ്പണം, 2 ശുദ്ധീകരണം. ഇത് രണ്ടും ഒന്നിച്ച് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. ഈ സമർപ്പണത്തെക്കുറിച്ച് പഴയ നിയമത്തിലെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് മോശയോട് കൽപ്പിച്ചു, ഇസ്രായേലിലെ ആദിജാതരെല്ലാം എനിക്കായി സമർപ്പിക്കുക. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകൾ എനിക്കുള്ളതാണ്. അപ്പം ഇങ്ങനെ ദൈവത്തിന് വേണ്ടി ആദിജാതനെ സമർപ്പിക്കുന്ന ഒരു നിയമം, ഒരു പാരമ്പര്യം അവരുടെ ജീവിതത്തിലുണ്ട്. ദേവാലയത്തിൽ കൊണ്ടുപോയി ദൈവകരങ്ങളിലേക്ക് തന്നെ, ദൈവത്തിന് മുമ്പിലേക്ക് ഒരു കുഞ്ഞിനെ സമർപ്പിക്കുന്നു. അതുവഴി ആ കുഞ്ഞ് ദൈവത്തിൻ്റെ സ്വന്തമായി തീരുകയാണ്. ഇപ്പം ഇവിടെ ഈശോയെ ശിശുവായിരിക്കുമ്പോൾ തന്നെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് സമർപ്പിച്ച് അത് പൂർണ്ണമായും ദൈവത്തിൻ്റേതാണെന്ന് അവരംഗീകരിക്കുകയും അവരേറ്റുപറയുകയും അത് പ്രകാശിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ സമർപ്പണത്തിലൂടെ. ദൈവവും മനുഷ്യരും സന്ധിക്കുന്ന, ദൈവവും മനുഷ്യരും കൂട്ടുമുട്ടുന്ന ഏറ്റവും നല്ല സ്ഥലം ദേവാലയമാണ്. അതുകൊണ്ട് മനുഷ്യനായി പിറന്ന ഈ ദൈവസുതനെ പിതാവായ ദൈവത്തെങ്കിലേക്ക്, പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൈമാറിക്കൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ആ ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ മനോഹാരിത ആ ദേവാലയത്തിൽ ദൃശ്യമാകുകയാണ്. അന്ന് തന്നെ ഇതോടൊപ്പം സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് അമ്മയുടെ ശുദ്ധീകരണം. അതും നിയമവിധേയമാണ്. ലേവ്യരുടെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആൺകുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീ ഋതുകാലത്തെന്ന പോലെ 7 ദിവസത്തേക്ക് അശുദ്ധിയായിരിക്കും. 8-ാം ദിവസം കുട്ടിയെ പരിച്ഛേദനം ചെയ്യണം. പിന്നെ രക്തത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിനായി അവൾ 33 ദിവസം വരെ കാത്തിരിക്കണം. അപ്പോൾ ആകെ 40 ദിവസമാണ്. 8-ാം ദിവസം ശിശുവിൻ്റെ പരിച്ഛേദനം, പിന്നെ ഒരു 33 ദിവസം കൂടെ കാത്തിരിക്കുന്നു. 40-ാം ദിവസം ഈ അമ്മയുടെ ശുദ്ധീകരണം നടക്കുകയാണ്. അപ്പം ഇതാണ് പ്രമാണം. പരിശുദ്ധ അമ്മയും ഈ നിയമത്തിന് വിധേയായിക്കൊണ്ട് ആ പാരമ്പര്യത്തിൽ കടന്നു പോവുകയാണ്. അങ്ങനെയാണ് ഈ ദേവാലയത്തിൽ കൊണ്ടുപോയി ശിശുവിനെ സമർപ്പിക്കുന്നതും അമ്മയുടെ ഈ ശുദ്ധീകരണ കർമ്മങ്ങൾ ചെയ്യുന്നതും. നമുക്ക് അറിയാം, ശരിക്കും ഈശോയുടെ അമ്മ എന്ന നിലയിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമില്ല. കാരണം അവൾ ജന്മം കൊടുത്ത ആ മകൻ
ലോകത്തെ മുഴുവൻ വിശുദ്ധീകരിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. എന്നിട്ടും ഒരു സാധാരണ യഹൂദ സ്ത്രീയെ പോലെ അമ്മ ആ നിയമത്തിന് വിധേയപ്പെടുകയാണ്. നമുക്കറിയാം, ഈശോയുടെ മാമോദിസ വേളയിൽ സ്നാപയോഹന്നാൻ അടുക്കലേക്ക് ഈശോ വരുന്ന സമയത്ത് യോഹന്നാൻ ഈശോ തടയുന്നുണ്ട്. ഞാൻ നിന്നിൽ നിന്നാണ് സ്നാനം സ്വീകരിക്കേണ്ടത്. ഉടനെ ഈശോ പറയുന്നൊരു കാര്യം ഇതാണ്, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്കുചിതമാണ്. അപ്പോൾ എത്രമാത്രം വലിയ ആളായിരുന്നിട്ട് കൂടിയും എത്രമാത്രം സ്ഥാനമഹിമുണ്ടായിട്ട് കൂടിയും സാധാരണക്കാർ കടന്നു പോകുന്ന നിയമത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ഈശോ പ്രവർത്തിച്ചതുപോലെ, ഈശോ ജീവിച്ചതുപോലെ പരിശുദ്ധ അമ്മയും ആ മാതൃസഹജമായ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് അന്ന് ദേവാലയത്തിൽ വരികയും ഈശോയെ ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യുന്നത്. പഴയ നിയമത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ഈ സമർപ്പണം, അമ്മയുടെ ശുദ്ധീകരണം, അത് വലിയൊരു ധ്യാന വിഷയമാണെന്ന് നമുക്കറിയാം. നമ്മുടെ ജപമാലയിൽ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളിൽ 4ാമത്തെ രഹസ്യമായി നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മ തൻ്റെ ശുദ്ധീകരണത്തിനാൾ വന്നപ്പോൾ ഈശോ മിശിഹായെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് കാഴ്ചവെച്ച് ശിമയോൻ എന്ന മഹാത്മാൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചെന്നാണ്. അപ്പം അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്, അത്രമാത്രം ധ്യാനിച്ചെടുക്കേണ്ട ഒരു സംഭവമാണ്. കാരണം ഏതൊരു വ്യക്തിയുടെയും ജീവിതം ഇതുപോലെ കടന്നു പോകേണ്ടതാണ്. ഈ പുത്രനെ സമർപ്പിച്ചതുപോലെ സമർപ്പിക്കുവാനും ഈ അമ്മയുടെ ശുദ്ധീകരണം പോലെ ശുദ്ധീകരിക്കപ്പെടുവാനും എല്ലാ വ്യക്തികളെയും ദൈവം ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ കാര്യങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ സമർപ്പണവും ഈ ശുദ്ധീകരണവും നടക്കേണ്ട കാര്യമാണ്. നമ്മൾ എത്രമാത്രം സമർപ്പിക്കുന്നുണ്ട്, അതനുസരിച്ച് നമ്മളുടെ വിശുദ്ധീകരണം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ, 1-ാം ലേഖനം 4-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മളിൽ നിന്നെല്ലാം ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണമാണ്. ആ വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ ഈ സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സമർപ്പണത്തിലൂടെ മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവിത വിശുദ്ധി പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഇതൊരു കൈയേൽപ്പിക്കലാണ്, ഇതൊരു കൈയേൽക്കലാണ്, ഇതൊരു കൊടുക്കലാണ്, വാങ്ങലാണ്, ഉപേക്ഷിക്കലല്ല. പിതാവായ ദൈവം പുത്രനെ കൈയേൽപ്പിക്കുന്നു, മറിയം ആ പുത്രനെ കൈയേൽക്കുന്നു, വീണ്ടും അതേ പുത്രനെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് പിതാവിന് കൈയേൽപ്പിക്കുന്നു. അവിടെ നിന്ന് വേണ്ട കാഴ്ചകൾ സമർപ്പിച്ച്, വീണ്ടെടുപ്പിൻ്റെ കാഴ്ചകൾ സമർപ്പിച്ച് വീണ്ടും ആ പുത്രനെ മറിയം കൈയേൽക്കുകയാണ്. ഇങ്ങനെ ഈ പുത്രനെ പിതാവിൽ നിന്ന് സ്വീകരിച്ച അമ്മ വീണ്ടും പിതാവിലേക്ക് തന്നെ ഈ പുത്രനെ കൊടുക്കുന്ന അമ്മ, പിന്നെ ഒരു സാധാരണ വ്യക്തിയെപ്പോലെ വളർത്തുവാൻ വേണ്ടി അമ്മയെ പിതാവ് വീണ്ടും ഏൽപ്പിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കേണ്ട ഒരു പ്രക്രിയയാണ്. ദൈവത്തിന് സമർപ്പിക്കുക, ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുക. സാധാരണയിൽ നമുക്കറിയാം, ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്നും ആ ജീവിതം സ്വീകരിക്കുന്നു, ഒരു പുതിയ ദിവസം സ്വീകരിക്കുന്നു, ദൈവം നമ്മളെ കൈയേൽപ്പിക്കുന്നു, നമ്മൾ ആ ജീവിതം കൈയേൽക്കുന്നു. വൈകുന്നേരമാകുമ്പോൾ വീണ്ടും ദൈവത്തിന് കൈയേൽപ്പിക്കുന്നു. അപ്പോൾ ഈ സമർപ്പണത്തിൻ്റെയും ഈ ശുദ്ധീകരണത്തിൻ്റെയും പ്രക്രിയയിലൂടെ കടന്നു പോവുകയാണ്. ഇത് പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലെ ദിവസം 2 നേരം നടക്കേണ്ട ഒരു കാര്യം മാത്രമല്ല. ഇത് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷം നടക്കേണ്ട കാര്യമാണ്. ഞാൻ എന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നു, ദൈവം അതിനെ വിശുദ്ധീകരിച്ച് എന്നെ ഏൽപ്പിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗിക്കുന്ന പാത്രങ്ങളോ ഒരിക്കൽ മാത്രമല്ല നമ്മൾ കഴുകുക. അത് കഴുകി കഴുകുന്നു, വീണ്ടും ഉപയോഗിക്കുന്ന വഴിയായിട്ട് ചിലപ്പോൾ അത്തരം വീണ്ടും അഴുക്കോ ചെളിയോ മാലിന്യമോ പുരളുന്നു, വീണ്ടും നമ്മളതിനെ കഴുകി വെടുപ്പാക്കുന്നു. ഇതേപോലെ എൻ്റെ നിങ്ങളുടെ ജീവിതം ദൈവം നമ്മളെ ഏൽപ്പിച്ചു, നമ്മൾ ആ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ
പല രീതിയിലുള്ള മാലിന്യമോ അഴുക്കോ ആ ജീവിതത്തിൽ പെടാം. അങ്ങനെ ആ ജീവിതത്തിൽ പതിഞ്ഞിരിക്കുന്ന അഴുക്കുകളെയും മാലിന്യങ്ങളെയും അശുദ്ധിയെയും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ പാപത്തെയും ശുദ്ധീകരിച്ച് തരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് വീണ്ടും ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈശോയുടെ സമർപ്പണവും അമ്മയുടെ ശുദ്ധീകരണവും വീണ്ടും ആവർത്തിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും സംഭവിക്കേണ്ട കാര്യമാണ്. അങ്ങനെ എല്ലാ സമയത്തും ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നും നമ്മൾ എടുത്തുകൊണ്ട് നമ്മുടെ ജീവിത യാത്ര തുടരുകയാണ് നമുക്കോർക്കാം. ഈ സമർപ്പണം അത് സന്യാസ ജീവിതത്തിലോ വൈദിക ജീവിതത്തിലോ മാത്രം ഉള്ളതല്ല എന്നും കൂടെ ഓർക്കുക. ഇതെല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളതാണ്. കാരണം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ്. എല്ലാ മനുഷ്യരെയും, ഓരോ വ്യക്തിയെയും. അപ്പോൾ എല്ലാവർക്കും വേണ്ട ഒരു രീതിയാണ് ഈ സമർപ്പണത്തിൻ്റെയും ഈ ശുദ്ധീകരണത്തിൻ്റെയും വഴി എന്ന് നമുക്കോർക്കാം. ചില സ്ഥലങ്ങളിൽ ഈ പട്ടം കൊടുക്കുന്ന ശുശ്രൂഷയിൽ ഓർഡിനേഷനിൽ പങ്കെടുക്കുമ്പോൾ കണ്ട കാര്യം ഇങ്ങനെയാണ്. ഈ വൈദികാർത്ഥിയെ, ഡീക്കനെ ആഘോഷമായി ദേവാലയത്തിനുള്ളിലേക്ക് കൊണ്ടുവരുന്നു. മധുബഹയിലേക്ക്, അൾത്താരടുത്തേക്ക് കയറ്റി വിടുന്നതിന് മുമ്പ് ആ താഴെ നിന്ന് ആ മാതാപിതാക്കന്മാർ കരങ്ങൾ കഴുകി അവരുടെ മകൻ്റെ ഈ ഡീക്കൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് മധുബഹയിലേക്ക് കയറ്റിവിടുകയാണ്. ആ മാതാപിതാക്കന്മാർ വർഷങ്ങൾക്ക് മുമ്പ് ആ മകനെ ദൈവത്തിന് സമർപ്പിച്ചതാണ്. എങ്കിലും പൗരോഹിത്യം എന്ന് പറയുന്ന ആ വലിയ ശുശ്രൂഷ പദവി, ആ വിശുദ്ധീകരണ പ്രക്രിയ, ആ വിശുദ്ധിയുടെ അനുഭവം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ഈ മകൻ്റെ മേൽ അവർ അനുഗ്രഹങ്ങൾ, പ്രാർത്ഥനകൾ നേരുക മാത്രമല്ല, ആ മകനെ പൂർണ്ണമായിട്ടും അൽത്താരയ്ക്ക്, പൂർണ്ണമായിട്ടും സഭയ്ക്ക്, പൂർണ്ണമായിട്ടും ദൈവത്തിന് സമർപ്പിക്കുകയാണ്. അങ്ങനെ ആ സമർപ്പണം അവർക്കറിയാം ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഏതൊരു സമർപ്പണത്തിലും ഈ ശുദ്ധീകരണം നടക്കുന്നുണ്ട് എന്ന് നമുക്ക് ഓർക്കാം. ഇനി അധികം പേരും സ്വീകരിച്ചിരിക്കുന്ന വിവാഹമെന്ന കൂദാശ, കുടുംബജീവിതമെന്ന് പറയുന്ന ബന്ധം, ശരിക്കും പറഞ്ഞാൽ അതൊരു സമർപ്പണമാണ്. സമർപ്പണം മാത്രമല്ല, അതൊരു ശുദ്ധീകരണം കൂടിയാണ്. ഭർത്താവ് തന്നെ ഭാര്യയ്ക്ക് സമർപ്പിക്കുന്നു, ഭാര്യ തന്നെ ഭർത്താവിന് സമർപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ഇവർ രണ്ടുപേരും ഇവരുടെ പുതിയ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുന്നു. അങ്ങനെ ഓരോരുത്തരും ഒന്നിച്ചും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അവരാരംഭിക്കുന്ന ഒരു പുതിയ ജീവിതം അത് കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയുള്ളതാണ്. അത് കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. അപ്പോൾ ഏതൊരു സമർപ്പണത്തിലും ഈ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് ഓർക്കാം. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് നമുക്കെല്ലാവർക്കും പരിചിതനായ ഒരു വലിയ പുണ്യപുരുഷനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും അത് മരണം വരെ ഇങ്ങനെ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭ കാലഘട്ടം ഈ ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളിലും ആഘോഷങ്ങളിലും ആർഭാടങ്ങളിലും പെട്ട് ജീവിച്ച മനുഷ്യനാണ്. അങ്ങനെ യുദ്ധം ചെയ്ത്, യുദ്ധത്തിൽ പങ്കെടുത്ത് അധികാരവും വലിയ സ്ഥാനമഹിമയും കിട്ടാൻ വേണ്ടി അദ്ദേഹം മാർപ്പാപ്പയുടെ സൈന്യത്തിൽ ചേർന്ന് യുദ്ധത്തിന് പോയി. അങ്ങനെയാണ് സ്പൊളോറ്റ് എന്ന സ്ഥലത്ത് ഒരു രാത്രിയിൽ അദ്ദേഹം കടന്നുറങ്ങുമ്പോൾ ഒരു സ്വരം കേൾക്കുന്നത്, ഫ്രാൻസിസ്, ഏതാണ് ഉചിതം, യജമാനെ സേവിക്കുന്നതോ ഭൃത്തിനെ സേവിക്കുന്നതോ? അപ്പോൾ ഫ്രാൻസിസിന് ആ ഉറക്കത്തിൽ തന്നെ ഒരു തോന്നലാണ്, ഞാൻ മാർപ്പാപ്പയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന വ്യക്തിയാണ്, തീർച്ചയായിട്ടും അദ്ദേഹമാണ് യജമാനൻ. അദ്ദേഹം മറുപടി സ്വപ്നത്തിൽ തന്നെ പറയുകയാണ്, യജമാനെ സേവിക്കുന്നതാണ് ശ്രേഷ്ഠം. ഉടനെ ദൈവത്തിൻ്റെ സ്വരം വീണ്ടും സംസാരിക്കുകയാണ്, എങ്കിൽ എഴുന്നേറ്റ് തിരിച്ചു പോകുക, നീ ഇപ്പോൾ സേവിക്കുന്നത് ഭൃത്തിനെയാണ്. അങ്ങനെ അവിടെ നിന്നും എഴുന്നേറ്റ് തിരിച്ചു പോകാൻ ആരംഭിച്ച ജീവിതം അതൊരു വലിയ തിരിച്ചുപോക്കായിരുന്നു. അത് തൻ്റെ വിശുദ്ധിയിലേക്കുള്ള തിരിച്ചുപോക്കായിരുന്നു, സുവിശേഷത്തിലേക്കുള്ള തിരിച്ചുപോക്കായിരുന്നു, ശരിക്കും പറഞ്ഞ ഈശോയുടെ ഹൃദയത്തിലേക്കുള്ള തിരിച്ചുപോക്കായിരുന്നു. ആ രാത്രിയിൽ അദ്ദേഹം ഭാഗികമായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായൊരു വഴി തിരഞ്ഞെടുത്തു. ആ വഴിയിലൂടെ കടന്നു പോകുന്ന ഓരോ സന്ദർഭത്തിലും, ഓരോ ദിവസവും, ഇനി ഓരോ നിമിഷവും ഈ സമർപ്പണം അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു.
നവീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്താ? അദ്ദേഹം വിശുദ്ധിയിൽ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് ഏതൊരു സമർപ്പണവും അതിൽ തന്നെ പൂർണ്ണമായി നിലനിൽക്കുന്നില്ല, അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്, അത് ആഴപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വിശുദ്ധിയിൽ അവർ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസിസ് പിന്നീട് വലിയൊരു തീരുമാനം പ്രഖ്യാപിക്കുന്നുണ്ട്. ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചുകൊണ്ട് തനിക്കുള്ള സകലതും, ചില ചരിത്രകാരന്മാർ എഴുത്തുകാർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉടുവസ്ത്രം പോലും മെത്രാൻ്റെ മുമ്പിൽ വെച്ച് ഊരിക്കളഞ്ഞുകൊണ്ട് ഇനി ഈ ലോകത്തെ തൻ്റെ പിതാവിൻ്റെ, പീറ്റർ ബെർണാഡ് എന്ന് പറയുന്ന പിതാവിൻ്റെ ഒരു വസ്തുവിനും ഒരു സമ്പത്തിനും എനിക്ക് അവകാശമില്ല, ദൈവം മാത്രം അവകാശം, ദൈവം മാത്രം മതി എന്നും പറഞ്ഞ് രണ്ട് കരങ്ങളും ഉയർത്തി ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചുവെന്നും ആ രംഗം സാക്ഷി കണ്ട മെത്രാൻ ഉടനെ ഒരു വസ്ത്രം കൊണ്ട് അദ്ദേഹത്തെ പൊതിഞ്ഞു പിടിച്ചുവെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ തൻ്റെ സമർപ്പണം ഓരോ ഘട്ടത്തിലും അദ്ദേഹം നവീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവസാന നിമിഷം വരെ. അങ്ങനെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ദൈവത്തിന് മുഴുവനായിട്ടും സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം തുടങ്ങിയ ഒരു മടക്കയാത്ര. ആ യാത്രയിൽ പിന്നീട് നമുക്കറിയാം ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ അനുഗമിച്ചു. സുവിശേഷത്തിൻ്റെ സത്ത എന്താണെന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യർ തങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ടും ദൈവത്തിന്, സുവിശേഷ മൂല്യങ്ങൾക്ക് ഒക്കെ സമർപ്പിച്ചുകൊണ്ട് ലോകത്തെ വളരെയധികം സ്വാധീനിച്ചു എന്ന് നമുക്കറിയാം. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതവും ഇതേപോലെ ദൈവത്തിന് മുമ്പിൽ നിരന്തരമായി സമർപ്പിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ജീവിതവും ഓരോ ദിവസവും വിശുദ്ധിയിൽ വളർന്ന് വരേണ്ടതാണ്. ഏത് ജീവിതാന്തസ്സിൽപ്പെട്ടവരാണെങ്കിലും, ഏത് ജീവിത വഴിയിലൂടെ നടക്കുന്നവരാണെങ്കിലും, ഏത് ജോലിയിൽ വ്യാപരിച്ചിരിക്കുന്നവരാണെങ്കിലും അവർ ഓരോ ദിവസവും തങ്ങളെ തന്നെ വീണ്ടും വീണ്ടും ദൈവത്തിന് സമർപ്പിക്കുവാൻ സാധിക്കണം. നമ്മൾ സാധാരണഗതിയിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സമർപ്പിക്കാറുണ്ട്, ചിലപ്പോൾ രാത്രിയിൽ കിടക്കുമ്പോൾ സമർപ്പിക്കാറുണ്ട്. എന്ന് മാത്രമല്ല, കൂടെ കൂടെ ദൈവമേ, എന്നെ തന്നെ ഞാൻ പൂർണ്ണമായിട്ട് അങ്ങേക്ക് സമർപ്പിക്കുന്നു, എന്നെ കൂടുതലായിട്ട് വിശുദ്ധീകരിക്കണമേ, എന്നെ വിശുദ്ധിയിൽ വളർത്തണമേ, ഈ ഒരു വലിയൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഈ ഒരു വലിയൊരു താല്പര്യം നമ്മുടെ ഉള്ളിൽ വളർന്നു വരട്ടെ. അങ്ങനെ നിരന്തരമായി ഈ ദൈവ അവബോധത്തിൽ, നിരന്തരമായി ദൈവിക സാന്നിധ്യ സ്മരണയിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ലോകത്തിൻ്റെതായ ആഗ്രഹങ്ങളെ, താല്പര്യങ്ങളെ, ആകർഷണങ്ങളെയൊക്കെ നമുക്ക് മറികടക്കാൻ സാധിക്കും. അല്പം ഒരു സമയം കിട്ടിയാൽ മതി തിന്മ ഏതിൽ രീതിയിലൊക്കെ നമ്മൾ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുക. അലറുന്ന സിംഹത്തെ പോലെ പിശാച് ആരെ വിഴുങ്ങണം എന്ന് കറങ്ങി നടക്കുക എന്ന് ലേഖകൻ പറയുന്ന, പത്രോസ്ലീഹ പറയുന്നത് പോലെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമർപ്പണത്തിൻ്റെ ഒരു കുറവ്, നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ കുറവ്, ഇതുതന്നെയായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ അധപ്പതനം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിലെ പാപാവസ്ഥ എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിലെ ആന്തരികമായ നാശം, നഷ്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തിന്മയ്ക്കെതിരായിട്ടുള്ള ഒരു ശക്തമായ നിലപാടെടുക്കണമെങ്കിൽ നിരന്തരമായി നമ്മളെ സമർപ്പിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും നമ്മൾ ദൈവത്തെ സമർപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട, ദൈവത്തിനു വേണ്ടി മാത്രമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ, എൻ്റെ ജീവിതം മുഴുവനും കർത്താവിൻ്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. കാരണം ദൈവം നമ്മളെ വിശുദ്ധിയിലേക്ക് വിളിച്ചിരിക്കുന്നു. നമുക്ക് പരിചയമുള്ള നമ്മുടെ പ്രിയപ്പെട്ട മദർ തെരേസ ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്: വിശുദ്ധി എന്നത് കുറച്ചു പേർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് എനിക്കും നിനക്കും അവകാശപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഈ ഓരോ വ്യക്തിക്കും, എനിക്കും എന്നെ ശ്രമിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ടതാണ്, കടമയാണ് വിശുദ്ധി പ്രാപിക്കുക എന്നുള്ളത്. ഏതാനും ചിലരൊക്കെ നന്നായിട്ട് ജീവിച്ച് വിശുദ്ധി പ്രാപിച്ചു നമുക്കറിയാം. എന്നാൽ അതേപോലെ തന്നെ നമ്മളെയും വിശുദ്ധിയിൽ വളർത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുക. അതിന് ദൈവം നമ്മളിൽ നിന്നും ഈ സമർപ്പണം ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കുള്ളത്, എനിക്കുണ്ടാകാമായിരുന്നത്, ഇനി അതിലുപരി എന്നെ തന്നെ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മ ദൈവത്തിന് മുമ്പിൽ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് നടത്തിയ ഒരു വലിയ സമർപ്പണം. ആ സമർപ്പണം രക്ഷാകര ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായി എന്ന് നമുക്കറിയാം. ഇനി പരിശുദ്ധാമ്മ ആ ഒരു സമർപ്പണം കൊണ്ട് നിന്നില്ല, തൻ്റെ ജീവിതം മുഴുവനും ഈ സമർപ്പണത്തിൻ്റെ വഴിയിൽ തന്നെയായിരുന്നു.
അവസാനം കാൽവരിയുടെ ചുവട്ടിൽ കുരിശിൻ്റെ കീഴെ തൻ്റെ പ്രിയപുത്രൻ്റെ മരണം കാണുന്ന സമയത്തും അവിടം വരെയും അമ്മയുടെ സമർപ്പണം ആവർത്തിച്ചുകൊണ്ടിരുന്നു, നവീകരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെ ജീവിതം ഇങ്ങനെ കർത്താവിന് സമർപ്പിക്കേണ്ടതാണ്. നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അത് ഓരോ ദിവസവും ഓരോ നിമിഷവും അത് നവീകരിച്ചുകൊണ്ടിരിക്കണം. ഈശോയുടെ ഈ സമർപ്പണവും പരിശുദ്ധ അമ്മയുടെ ശുദ്ധീകരണവും അത് ശരിക്കും ഒരു ക്ലസ്റ്ററാണ്, ഒന്നിച്ച് നടക്കുന്നത്. അതാണ് സാക്രിഫൈസ് എന്ന് പറയുന്നത്, അതാണ് ബലിയർപ്പണമെന്ന് പറയുന്നത്, അതാണ് ഒരുപക്ഷെ സഹനമെന്ന് പറയുന്നത്. ആരെല്ലാം തങ്ങളെ തന്നെ പൂർണ്ണമായ ദൈവത്തിന് സമർപ്പിച്ചുവോ, ആരെല്ലാം ഈ വിശുദ്ധിയിൽ വളരുവാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ, അതിനായിട്ട് അധ്വാനിച്ചിട്ടുണ്ടോ, അവരുടെ ജീവിതത്തിൽ ഒത്തിരി ബലിയർപ്പണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒത്തിരി സഹനാനുഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒത്തിരി ശുദ്ധീകരണ ക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും സമർപ്പണത്തെ ദൈവം സ്വീകരിച്ചതിൻ്റെ അടയാളമായിട്ട്, എന്നെ നിങ്ങളെ വിശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബലിയർപ്പണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് ഓർക്കാൻ ഇടവരട്ടെ. ഈശോയുടെ സമർപ്പണത്തിലൂടെ, പരിശുദ്ധ അമ്മയുടെ ശുദ്ധീകരണത്തിലൂടെ, ഇത് സുവിശേഷത്തിൽ നമ്മൾ കണ്ട ഈ വലിയ ഈ അനുഭവം, ഈ അവസ്ഥ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഭാഗമാകുവാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനുള്ള അനുഗ്രഹം ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.